ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ചാപ്റ്റർ 4 ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് സോൾ ട്രേഡർ. അപ്പോൾ ആദ്യം തന്നെ പറയാം, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണത്. ഇതിൽ 3 അക്കൗണ്ട്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, നിങ്ങൾക്ക് 6 മാർക്കിനോ അതല്ലെങ്കിൽ ഒരു എസ് എ ക്വസ്റ്റിനൊക്കെ ഷുവറായിട്ടും ചോദിക്കാൻ വരുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ്. ഇനി ഇത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കുറേ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാതെ തന്നെ വളരെ ഈസി ആയിട്ടാണ് നിങ്ങൾക്ക് ഇപ്രാവശ്യത്തെ ഈ ഒരു അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി അഡീഷണൽ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ സെക്കൻഡ് സെം BBAയുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഒന്ന് പോയിട്ട് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് അവിടെ കിട്ടും. അതിൽ വേണ്ടത് മാത്രം നിങ്ങൾ എടുത്താൽ മതിയാകും. അപ്പോൾ ഫൈനൽ അക്കൗണ്ട്സിലൊരു ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട്, കാരണം അതൊന്ന് ഡീപ്പായിട്ട് അറിയണം എന്നുള്ള ആളുകൾക്ക് ഇപ്പം നമുക്ക് സമയം വളരെ കുറവാണ്. അതുകൊണ്ട് കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് ക്ലാസ് എല്ലാം എടുത്തു പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റഡി ലീവ് ഒക്കെ ആണെങ്കിൽ സമയം കിട്ടുകയാണെങ്കിൽ ആ വീഡിയോസ് കൂടി ഒന്ന് കാണുകയാണെങ്കിൽ കുറച്ചും കൂടി അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു 3 കണ്ടന്റിനെ കുറിച്ച് മാത്രമാണ് ഇതിൽ പറയുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, ഇതിൽ നമുക്ക് ഫസ്റ്റ് പഠിക്കുന്ന ഒരു പോയിന്റ് ആണ് എന്താണ് ഫൈനൽ അക്കൗണ്ട്സ്. ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് സോൾ ട്രേഡർ. ഒരു വ്യക്തി ഒറ്റയ്ക്ക് ബിസിനസ് നടത്തുകയാണെങ്കിൽ അവരുടെ ഒരു ഫൈനൽ അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എങ്ങനെ ഒരു അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യണം, ജേണൽ, അതേപോലെ തന്നെ ജേണലൈസിങ്, പിന്നെ നമ്മൾ ലെഡ്ജറിലേക്ക് ആക്കും, പോസ്റ്റിംഗ് എന്ന് പറയുന്നത് ലെഡ്ജറിൽ നിന്ന് കിട്ടുന്ന ബാലൻസിനെല്ലാം നമ്മൾ ട്രയൽ ബാലൻസിലേക്ക് ആക്കും, രണ്ട് സൈഡും ഈക്വൽ ആവും, ഡെബിറ്റും ക്രെഡിറ്റും. അതിൽ നിന്നാണ് നമ്മൾ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ ട്രയൽ ബാലൻസ് വരെ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഫൈനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പഠിച്ചോളൂ. ഫൈനൽ അക്കൗണ്ട്സ് ആർ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർഡ് അറ്റ് ദ ഫൈനൽ സ്റ്റേജ് ടു ജഡ്ജ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ്. ഒരു ബിസിനസ് നമ്മൾ ഒരു വർഷക്കാലം നടത്തി വന്നിട്ടുണ്ടെങ്കിൽ അതിൽ എന്താണ് നമുക്ക് ആ ഒരു വർഷം കൊണ്ട് കിട്ടിയത്, ലാഭമാണോ നഷ്ടമാണോ എന്നൊക്കെ നമുക്ക് അറിയണം എന്നുണ്ടാവും തീർച്ചയായിട്ടും അതിൻ്റെ ഓണേഴ്സിന്, അല്ലേ. അപ്പോൾ ആ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ ഒന്ന് ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫൈനൽ സ്റ്റേജിൽ പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ഫൈനൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും, ഒന്ന് ബാലൻസ് ഷീറ്റും ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഫൈനൽ അക്കൗണ്ട് പ്രിപ്പറേഷന് മുന്നേ ജസ്റ്റ് ഇത് അവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് അവർ. അക്കൗണ്ടിങ് ഐറ്റംസ് കിട്ടിയിട്ടുണ്ടാവും. ട്രയൽ ബാലൻസിൽ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഡെബിറ്റും ക്രെഡിറ്റും ഒക്കെ ആയിട്ട്. അതിനെ നമ്മൾ റവന്യൂവും ക്യാപിറ്റലായിട്ട് തരംതിരിക്കുക. റവന്യൂവിൽ തന്നെ റവന്യൂ എക്സ്പെൻഡിച്ചറും റവന്യൂ റെസീറ്റ്സും ഉണ്ടായിരിക്കും. അങ്ങനെ ആ വരുമാനങ്ങളെല്ലാം വരുന്നതാണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് വരെ ഡെബിറ്റും ക്രെഡിറ്റും വരുന്നത്. ക്യാപിറ്റൽ സൈഡിലുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ റെസീറ്റ്സും അതിൻ്റെ എക്സ്പെൻഡിച്ചറും ഉണ്ടാവും. അതിനെ കാണിക്കാനാണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റീസ് എന്നുള്ള അസറ്റ്സ് എന്നുള്ള പേരിലും കാണിക്കുന്നത്. സോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ പ്രിപ്പയർഡ് ഫ്രം ട്രയൽ ബാലൻസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് ആ ബാലൻസ് കൊണ്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. എല്ലാ റവന്യൂ ഐറ്റംസും ട്രാൻസ്ഫർ ചെയ്തത് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലേക്കാണ്. എല്ലാ ക്യാപിറ്റൽ ഐറ്റംസും ട്രാൻസ്ഫർ ചെയ്യുന്നത് ബാലൻസ് ഷീറ്റിലേക്കായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് നോക്കാമല്ലോ. ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു ഷോ ദ ഓപ്പറേറ്റിംഗ് പെർഫോമൻസ്. ഒരു ബിസിനസ് എത്രത്തോളം അതിൻ്റെ ഓപ്പറേഷൻസ്, അതിൻ്റെ പെർഫോമൻസ് നന്നായി കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എവിടെ നോക്കിയാൽ മതി? ഇൻകം സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ മതി. ഫോർ ദ പർപ്പസ് ഓഫ് പ്രിപ്പയറിംഗ് ഇൻകം സ്റ്റേറ്റ്മെന്റ് ഈസ് ടു ഫൈൻഡ് ഔട്ട് ദ പ്രോഫിറ്റ് ഏൺഡ് ഓർ ലോസ് സഫേർഡ് ഡ്യൂറിങ് എ പെർട്ടിക്കുലർ പീരീഡ്. ഒരു വർഷക്കാലം, പെർട്ടിക്കുലർ പീരീഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫൈനൽ അക്കൗണ്ട് എപ്പോഴും പ്രിപ്പയർ ചെയ്യുക 1 ഇയറിലേക്ക് ആയിരിക്കും കേട്ടോ. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. അതായത് 1 ഏപ്രിൽ മുതൽ 31 മാർച്ച് വരെ, അല്ലെങ്കിൽ 1 ജാനുവരി ടു 31 ഡിസംബർ വരെ. ഈ 2 സമയങ്ങളാണ് പൊതുവേ ഏതൊരു ബിസിനസ്സും എടുക്കുക. അപ്പോൾ ആ ഒരു വർഷക്കാലം നമ്മൾ നടത്തിയ ബിസിനസ്സിൽ ലാഭം ഉണ്ടായിട്ടുണ്ടോ നഷ്ടം ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ എന്ത് കാണിക്കുന്നുള്ള പറഞ്ഞത്? റവന്യൂ ഏൺഡ് നമ്മളിവിടെ കണ്ടല്ലോ. അക്കൗണ്ടിങ് ഐറ്റംസ് റവന്യൂ ഉണ്ടാവും, ക്യാപിറ്റൽ നേച്ചർ ഉണ്ടാവും. റവന്യൂവിലത്തെ എക്സ്പെൻസും റെസീറ്റ്സും ഒക്കെയാണ് നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ ഡെബിറ്റും ക്രെഡിറ്റും ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ പ്രധാനമായിട്ടും റവന്യൂ ഏൺഡ് ഫ്രം വേരിയസ് സോഴ്സസ്. എവിടെ നിന്നൊക്കെ നമ്മൾ റവന്യൂ ഏൺ ചെയ്തു ആൻഡ് എവിടെയൊക്കെ നമ്മുടെ ഈ പൈസ കൊണ്ടുപോയി ചിലവാക്കിയിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നതാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു അക്കൗണ്ടിങ് പീരീഡിൽ നടന്ന എല്ലാ ട്രാൻസാക്ഷനും നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ സർവീസ് റെൻഡർ ചെയ്തിട്ടുണ്ടാവും, ഗുഡ്സ് സെയിൽ ചെയ്തിട്ടുണ്ടാവും, ഇൻട്രസ്റ്റ്, റോയൽറ്റി, ഡിവിഡൻഡ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. അതൊക്കെ റവന്യൂ റെസിപ്റ്റ് ആണ്. അതേപോലെ ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഓരോ കോസ്റ്റും ഉണ്ടാവുമ്പോഴേ നമുക്ക് അതൊന്നൊരു ബെനിഫിറ്റ് ഉണ്ടാവുന്നുള്ളൂ. സോ ബെനിഫിറ്റ് എപ്പോഴും റിസീവ് ചെയ്യുന്നത് ഇമ്മീഡിയറ്റ്ലി ദെൻ ദ കോസ്റ്റ് ബിക്കംസ് എൻ എക്സ്പെൻസ്. ഒരു കോസ്റ്റ് എപ്പോഴാണ് ഒരു എക്സ്പെൻസ് ആയി മാറുന്നത് അപ്പോഴേ അതിൻ്റെ ഒരു ബെനിഫിറ്റ് അവിടെ ഉണ്ടാവുന്നുള്ളൂ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാലറി. ഇഫ് ദ കോസ്റ്റ് ബെനിഫിറ്റ്സ് ഓവർ
മൾട്ടിപ്പിൾ ഇയേഴ്സ് ദ കോസ്റ്റ് ഈസ് ഷോൺ ആസ് എക്സ്പെൻഡിച്ചർ ഓർ അസറ്റ്. ഒരുപാട് വർഷത്തേക്കുള്ള കാര്യങ്ങളാണ്, കോസ്റ്റുകളാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിനെയാണ് എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ അസറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ഫർണിച്ചർ വാങ്ങുന്നു, ആ ഒരു അസറ്റ് യൂസ് ചെയ്യുന്നു, അപ്പോൾ അത് എക്സ്പെൻസ് ആയിട്ട് മാറുന്നു എന്നാണ് പറയുന്നത്. ഡെപ്രിസിയേഷൻ കൊടുക്കേണ്ടി വരും. ദസ് ദ കോസ്റ്റ് ഇൻക്ലൂഡ്സ് എക്സ്പെൻസസ് ഓർ എക്സ്പെൻഡിച്ചർ എന്നാണ് പറയുന്നത്. ഈ എക്സ്പെൻസസ് ഒക്കെ എന്താണ്, എക്സ്പയർഡ് കോസ്റ്റ് ഉള്ളതാണ്. ഓക്കെ, അതിൻ്റെ ബെനിഫിറ്റ് എക്സ്പയർ ബൈ ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിങ് പീരീഡ്. ആ ഒരു ബെനിഫിറ്റ് അക്കൗണ്ടിങ് ഇയർ കഴിയുമ്പോഴേക്കും കംപ്ലീറ്റ് ആവും. അപ്പോൾ ആ എക്സ്പെൻസസ് ഒക്കെ അതിൽ ആ പീരീഡിൽ വന്ന റവന്യൂ ആയിട്ട് മാച്ച് ആണോ നോക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രധാനമായിട്ടും റവന്യൂ എക്സ്പെൻസ് മാച്ച് ആണോ നോക്കുന്നുണ്ട്. ഇതിലൂടെയാണ് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആണോ നെറ്റ് ലോസ് ആണോ ആ ഒരു വർഷത്തിൽ കിട്ടിയതെന്ന് അറിയാൻ പറ്റുക. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടുള്ളത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ് പറയുന്നത്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഓൾസോ നോൺ ആസ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ട് ഈസ് യൂഷ്വലി സ്പ്ലിറ്റ് ഇൻ ടു 2 പാർട്സ്. ഇത് ഒറ്റയടിക്ക് നമ്മൾ പറയുമെങ്കിലും അതിനെ രണ്ടായിട്ട് നമ്മൾ ഭാഗിക്കുന്നുണ്ട്. ഫസ്റ്റ് പാർട്ടിനെയാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്, സെക്കൻഡ് പാർട്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കാനുള്ളത് എന്താണ് ട്രേഡിംഗ് അക്കൗണ്ട് നോക്കാം. ട്രേഡിംഗ് എന്താ ട്രേഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വാങ്ങലും വിൽക്കലും, ഗുഡ്സ് വാങ്ങുക വിൽക്കുക, ഇതാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് അതിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട്, ആ ഒരു അക്കൗണ്ടിങ് പീരീഡിൽ എന്ത് നിങ്ങൾ ട്രേഡ് ചെയ്തു എന്നാൽ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് നമുക്കവിടെ ആ ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അതിൻ്റെ റിസൾട്ട്, ആ ഒരു ട്രേഡ് ചെയ്യുന്നതിൻ്റെ റിസൾട്ട് ചിലപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് ആവാം അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ആവാം. ആ ഒരു ടോട്ടൽ ക്രെഡിറ്റ് എന്ന് പറയുന്നത് മോർ ദാൻ ദ ടോട്ടൽ ഡെബിറ്റ് ആണെങ്കിൽ ആ ഒരു ഡിഫറൻസിനെയാണ് ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് മാർജിൻ എന്ന് പറയുന്നത്. എപ്പോഴും നമുക്ക് ക്രെഡിറ്റ് കൂടി നിൽക്കണം ഡെബിറ്റിനെക്കാട്ടിലും, അപ്പോഴാണ് അവിടെ ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ടാവുക. തിരിച്ചാണെങ്കിലോ ഗ്രോസ് ലോസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ടോട്ടൽ ഡെബിറ്റ് കൂടുക, ക്രെഡിറ്റ് കുറയുക, അങ്ങനെ വരുമ്പോൾ ഗ്രോസ് ലോസ് ഉണ്ടാവും. അപ്പോൾ ആ പ്രോഫിറ്റ് ഓർ ലോസ് ഈസ് കോൾഡ് ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് എന്ന് പറയും. കാരണം പ്രോഫിറ്റ് ഓർ ലോസ് ബിഫോർ ഡിഡക്റ്റിംഗ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്, ആ ഒരു ഗ്രോസ് പ്രോഫിറ്റ് കാണുന്ന സമയത്ത് ഡയറക്റ്റ് എക്സ്പെൻസ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസ് കൂടി കൺസിഡർ ചെയ്യുന്നതിന് മുന്നേ വരുന്നതാണ് ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾ ഗ്രോസ് പ്രോഫിറ്റും ഗ്രോസ് ലോസും കണ്ടുപിടിക്കാനാണ്. സോ ട്രേഡിംഗ് അക്കൗണ്ട് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ അക്കൗണ്ട് വിച്ച് ഷോസ് ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ്. അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഓൾ ഐറ്റംസ് റിലേറ്റിംഗ് ടു ഗുഡ്സ് ആർ ടേക്കൺ, ഗുഡ്സുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഐറ്റംസുമാണ് നമ്മൾ ട്രേഡിങ്ങിൽ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഒരു ഫോർമാറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഇത് നിർബന്ധമായിട്ടും പഠിക്കുക. ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇത് അറിഞ്ഞേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ പ്രത്യേകിച്ച് +2 എന്താണ് സയൻസും ഹ്യൂമാനിറ്റീസും ഒക്കെ കഴിഞ്ഞ കുട്ടികൾ BBA എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ഫോർമാറ്റ് പുതിയതായിരിക്കും. കൊമേഴ്സ് എടുത്ത കുട്ടികൾക്ക് ഒരു പ്രശ്നവുമില്ല, വളരെ സിമ്പിളായിരിക്കും ഇപ്പോൾ പഠിക്കാനുള്ള അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. കാരണം അവർ +2 പഠിച്ച അത്ര പോലും നമുക്ക് ഇതിൽ വന്നിട്ടില്ല ഈ ഒരു ടെക്സ്റ്റിൽ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ട് ഇങ്ങനെ ഹെഡിങ് ഒക്കെ കൊടുക്കണം. ട്രേഡിംഗ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് പറഞ്ഞിട്ട് നമുക്കൊരു ടൈം തരും. എനിക്ക് തോന്നുന്നു 31 മാർച്ച് 2023, അങ്ങനെ ഒരു വർഷം എന്തെങ്കിലും അവിടെ തന്നിട്ടുണ്ടായിരിക്കും. ഇത് ഡെബിറ്റ് സൈഡാണ്, ഇത് ക്രെഡിറ്റ് സൈഡാണ്. ഇതിൻ്റെ ഫോർമാറ്റ് പഠിച്ചോളൂ. ഇവിടെ പർട്ടിക്കുലേഴ്സ് എഴുതും. ഒരു ചെറിയൊരു എമൗണ്ട് കോളം പോലെ ഇവിടെ വരും, വരച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെ ഒരു എമൗണ്ട് വരും, ഡെബിറ്റിൻ്റെ എമൗണ്ട് എഴുതാൻ. ഇവിടെ പർട്ടിക്കുലേഴ്സ് എഴുതും, ഇത് ക്രെഡിറ്റിൻ്റെ എമൗണ്ട് എഴുതാൻ. ഓക്കെ, അത്രയേ ഉള്ളൂ എൻ്റെ കാര്യങ്ങളെന്ന് പറയുന്നത്. ഫസ്റ്റ് ആയിട്ട് ഓപ്പണിംഗ് സ്റ്റോക്കാണ് കേട്ടോ. നമ്മൾ ആ ഒരു വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യത്തിൽ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന സ്റ്റോക്കാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്. പിന്നീട് നമ്മൾ എന്ത് ചെയ്യും, കുറച്ചും കൂടി സാധനങ്ങളൊക്കെ വാങ്ങും. അപ്പോൾ ആ പർച്ചേസും കൂടി അവിടെ കൂട്ടും. ഇനി അതൊക്കെ കൂട്ടി ഇത്രയായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വാങ്ങിയ സാധനം അവർക്ക് തിരിച്ചു കൊടുത്തു എന്ന് വരും. എന്തെങ്കിലും ഡാമേജ് ഒക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ തിരിച്ചൊക്കെ കൊടുക്കാം. അങ്ങനെ വരുമ്പോൾ റിട്ടേൺസ് അവിടെ കുറയ്ക്കുക. അതേപോലെ തന്നെ സെയിൽസ് നടന്നു കഴിഞ്ഞാൽ, നമ്മൾ വിൽപ്പന നടന്നു കഴിഞ്ഞാൽ എത്ര സെയിൽ നടന്നോ ആ സെയിൽ ചെയ്ത സാധനം ചിലപ്പോൾ അവരും ഇതേപോലെ നമുക്ക് റിട്ടേൺ അടിക്കാൻ പറ്റും. അങ്ങനെ വരുന്ന സമയത്ത് അത് ലെസ് ചെയ്ത് കാണിക്കുക. പിന്നെ ഇവിടെ കാണിക്കേണ്ട ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 3 ഐറ്റം ഇവിടുന്ന് പിടുത്തം കിട്ടിയില്ലേ, ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് റിട്ടേൺ. അവിടെ സെയിൽസ് മൈനസ് റിട്ടേൺസ് പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക്. ഇനി ഇവിടെ ഡയറക്റ്റ് എക്സ്പെൻസ് കാണിക്കുക എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസ് ഫസ്റ്റ് ആയിട്ടാണ് വേജ്. നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ വേജ് കണ്ടോ, ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യാം. പിന്നെ വരുന്ന ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്ന എക്സ്പെൻസുകൾ എന്തൊക്കെയാണ്, ക്യാരേജ്, ഇപ്പോൾ വാങ്ങിയ സാധനം അങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഫ്രേറ്റ്, റോയൽറ്റി, മോട്ടീവ് പവർ, കോൾ, ഗ്യാസ്, വാട്ടർ, ഫാക്ടറി എക്സ്പെൻസസ്, ഈ പേരുകൾ പഠിച്ചോളുക. ഇത് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ കണ്ടു കഴിഞ്ഞാൽ എവിടെയാണ് ഇത് കൊണ്ടേ എഴുതേണ്ടതെന്ന് ഓർമ്മ വേണം. എവിടെയല്ല, ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ്. കാരണം ഈ ഭാഗമൊക്കെ എക്സ്പെൻസ് ആണ് കാണിക്കുന്നത്. ഓക്കെ, പക്ഷേ എക്സ്പെൻസാന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ പേരുള്ള സാധനം മാത്രമാണ് ഇവിടെ കാണിക്കാവുള്ളൂ, വേറെ ഒന്നും ഇവിടെ കാണിക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് സൈഡും നോക്കുക. ഏത് സൈഡാണ് കൂടി നിൽക്കുന്നത് വെച്ചാൽ, അതായത് ക്രെഡിറ്റ് സൈഡ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞത് ലാഭമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് വന്നു.
ഈ സൈഡ് കൂടി നിൽക്കണമെന്ന് വെച്ചാൽ ഇവിടെ നഷ്ടമാണ്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യും, ഗ്രോസ് ലോസ് എന്ന് എഴുതും. അത്രയേ ഉള്ളൂ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഈ ട്രേഡിംഗ് അക്കൗണ്ടിൽ കിട്ടുന്ന പ്രോഫിറ്റ് നമുക്ക് ക്ലോസ് ചെയ്യണമെങ്കിൽ, ഈ ഒരു അക്കൗണ്ട് ക്ലോസ് ചെയ്യണമെങ്കിൽ ഈ പ്രോഫിറ്റിനെ നമുക്ക് എവിടേക്ക് എടുത്തെഴുതുക, അടുത്തത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുക. നമ്മൾ പറഞ്ഞല്ലോ ഇൻകം സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ രണ്ടെണ്ണമാണ്, ട്രേഡിങ്ങും P&L. ഒരുമിച്ച് എഴുതുമെങ്കിലും ആദ്യത്തെ പാർട്ട് ട്രേഡിംഗ് ആണ്. അപ്പോൾ നമ്മുടെ ട്രേഡിംഗ് ഇപ്പോൾ കഴിഞ്ഞു, ട്രേഡിംഗ് ക്ലോസ് ചെയ്തു, ഇപ്പോൾ രണ്ട് സൈഡും ക്ലോസ് ചെയ്തു. പ്രോഫിറ്റോ ലോസോ എന്തെങ്കിലും ഒന്ന് അറിയും. ആ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആണെങ്കിൽ ലോസ് ആണെങ്കിലും ഇതിനെ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, അടുത്ത അക്കൗണ്ടിലേക്ക്, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്, വേഗം ഒന്ന് ഓടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഐറ്റംസ് ഒക്കെ എന്താണെന്നുള്ളത് കിട്ടും. പർച്ചേസ് ഉണ്ട്, വേജ് ഉണ്ട്, റിട്ടേൺ ഔട്ട്വേർഡ്സ് ഉണ്ട്, ക്യാരേജ് ഇൻവേർഡ്സ് ഉണ്ട്, റിട്ടേൺ ഇൻവേർഡ്സ് ഉണ്ട്, ഫ്യൂവൽ, ഗ്യാസ്, വാട്ടർ, സെയിൽസ്, ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്. വളരെ സിമ്പിൾ ആണ്, ചിലപ്പോൾ 6 മാർക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. അപ്പോൾ നമുക്ക് ഇത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ട്രേഡിംഗ് അക്കൗണ്ട് ഫോർമാറ്റിൽ ഫസ്റ്റ് വരുന്ന ഐറ്റം എന്താണ്, ഓപ്പണിംഗ് സ്റ്റോക്ക്. അത് നമുക്കിവിടെ എത്ര തന്നിട്ടുണ്ട്, 1,10,000 തന്നിട്ടുണ്ട്, അതെടുത്ത് എഴുതി. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ പഠിച്ച എന്താ, തുറക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കും പിന്നെ നമ്മൾ കുറച്ച് അഡീഷണൽ ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ടാവില്ലേ, അപ്പോൾ പർച്ചേസ് ചെയ്തു നമ്മൾ 5 ലാഖിന്. ഇനി അതിൽ റിട്ടേൺ ഔട്ട്വേർഡ്, അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, റിട്ടേൺ ഔട്ട്വേർഡ്, പർച്ചേസ് ചെയ്ത സാധനത്തിന് നമ്മൾ തിരിച്ചു കൊടുക്കണം. അപ്പോൾ ഔട്ട് പുറത്തേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അത് റിട്ടേൺ ഔട്ട്വേർഡ് എന്നുള്ള വേർഡ് റിട്ടേൺസ് പർച്ചേസ് റിട്ടേൺ തന്നെയാണ് കേട്ടോ, അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇൻവേർഡ് എന്തായിരിക്കും, സെയിൽസ് റിട്ടേൺ. സെയിൽ ചെയ്ത സാധനം ഉള്ളിലേക്ക് ഇങ്ങോട്ട് വരിക, അപ്പോൾ ഇൻവേർഡ്, അങ്ങനെയെങ്കിലും ഓർത്ത് വയ്ക്കുക അത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പറഞ്ഞു, ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതി, പർച്ചേസ് എഴുതി, അതിൽ നിന്ന് റിട്ടേൺ ഔട്ട്വേർഡ് നമ്മൾ ലെസ് ചെയ്തു, അപ്പോൾ ബാലൻസ് ഇവിടെ എഴുതി. ഇനി ഇവിടെ നമ്മൾ എഴുതേണ്ട കാര്യം എന്താ, സെയിൽസ് 7,50,000, സെയിൽസ്, റിട്ടേൺ ഇൻവേർഡ്സ് ഉണ്ട് അല്ലെങ്കിൽ റിട്ടേൺസ് ഉണ്ട്, 14,000 ലെസ് ചെയ്ത് ബാലൻസ് ഇവിടെ എഴുതി. ഇനി നമുക്ക് വരേണ്ട കാര്യം എന്താ, ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ 3 കാര്യം ഇനി മറക്കില്ലല്ലോ ആരും. ഓപ്പണിംഗ് സ്റ്റോക്ക് വേണം, പർച്ചേസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം, റിട്ടേൺസ് ഉണ്ടെങ്കിൽ കുറയ്ക്കണം. അടുത്ത ഐറ്റം സെയിൽസ് ഉണ്ടായിരിക്കും, സെയിൽസ് റിട്ടേൺസ് ഉണ്ടെങ്കിൽ കുറയ്ക്കുക, പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണെന്നുള്ളത് കാണിക്കുക. ഓക്കെ, ബാക്കി നമുക്ക് വരുന്ന എല്ലാം എന്താണ്, ഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസുകളാണ്. ആ എക്സ്പെൻസിൽ ആദ്യം വരുന്നത് ക്യാരേജ് ഇൻവാർഡ് തന്നിട്ടുണ്ട്, വേജ് ഉണ്ട്, ഫ്യൂവൽ, ഗ്യാസ് ആൻഡ് വാട്ടർ ഉണ്ട്, അത്രയും സാധനങ്ങളുള്ളൂ. അപ്പോൾ അത് മാത്രം ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് ക്രെഡിറ്റ് സൈഡിൽ ടോട്ടലാണ് 8,63,000 ആണ് കിട്ടുന്നത്. ആ ക്രെഡിറ്റ് സൈഡിലെ ടോട്ടലിൽ നിന്ന് ഈ ഡെബിറ്റ് സൈഡിലെ ഈ ഐറ്റം നേരത്തെ കാണിച്ച ഓപ്പണിംഗ് സ്റ്റോക്കുമുള്ള ഐറ്റംസ് ഒക്കെ അങ്ങോട്ട് ലെസ് ചെയ്യാം. ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെ ഐറ്റം വന്നോ അതെല്ലാം ലെസ് ചെയ്യുമ്പോൾ നമുക്ക് ബാലൻസ് 1,97,500 കിട്ടും. ഇതിനെയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്, ഗ്രോസ് പ്രോഫിറ്റ്. അപ്പോൾ എപ്പോഴും ചിന്തിക്കുക, ഈ സൈഡിലായിരിക്കും പ്രോഫിറ്റ് ഉണ്ടാവുക. പ്രോഫിറ്റ് ഉണ്ടാവുക പറഞ്ഞാൽ ഇതാണ് അധികം നിൽക്കുന്ന സൈഡ്, അത് അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ ഇങ്ങോട്ടേക്കാണ് ബാലൻസ് ചെയ്യാൻ വേണ്ടി എഴുതുന്നത്. സോ ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് എഴുതാം. അപ്പുറത്തെ സൈഡ്, അതായത് ഈ സൈഡ് കൂടി നിൽക്കണമെങ്കിലോ ഇപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ എഴുതുമ്പോൾ ഗ്രോസ് ലോസ് ആയി മാറും. അത്ര മാത്രമേ ഉള്ളൂ. ഇനി ഇങ്ങനെ കിട്ടുന്നതിനെ നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പറയുന്നത്, P&L അക്കൗണ്ടിന്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് അത് വേഗം നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് വരുന്നത്. ട്രേഡിംഗ് അക്കൗണ്ടിൽ നമുക്ക് എന്ത് മാത്രമേ അറിയാൻ പറ്റുള്ളൂ, നമുക്ക് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഒന്നും ആഡ് ചെയ്തിട്ടുണ്ടാവില്ല. ഇതെല്ലാം ഡയറക്റ്റ് എക്സ്പെൻസ് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൂടി ഫൈൻഡ് ഔട്ട് ചെയ്ത് കുറയ്ക്കുമ്പോഴേ നമുക്ക് യഥാർത്ഥത്തിൽ ഒരു വർഷം നമ്മുടെ ബിസിനസ് ഓപ്പറേറ്റ് ചെയ്തിട്ട് എന്ത് കിട്ടി, ലാഭമാണോ നഷ്ടമാണോ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. So it is to prepare, ascertain the net profit or net loss of the business for an accounting period. ഈ ഒരു അക്കൗണ്ടിങ് പീരീഡിൽ നമ്മുടെ ബിസിനസ് ഓപ്പറേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ലാഭമാണോ നഷ്ടമാണോ എന്ന് അറിയണമെങ്കിൽ എന്ത് വേണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തേ മതിയാവുള്ളൂ. സോ ഈ P&L അക്കൗണ്ടിന്റെ തുടക്കം എവിടെ നിന്നാണ്, ഇവിടെ എന്താണോ ബാലൻസ് വന്നത് അത് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ തുടങ്ങുക എന്നാണ് പറയുന്നത്. അതിനുശേഷം നമ്മളെല്ലാ എക്സ്പെൻസ്, ലോസസ് അതൊക്കെ ഇവിടെ കാണിക്കും. എല്ലാ എക്സ്പെൻസും ലോസും ഒക്കെ എവിടെ കാണിക്കുക, ഡെബിറ്റ് സൈഡിൽ. എല്ലാ വരുമാനവും നമ്മൾ എവിടേക്കാണ്, എല്ലാ ഇൻകം ഗെയിൻ അതൊക്കെ എവിടെ കാണിക്കും, ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. എന്നിട്ട് ഇതേപോലെ രണ്ട് സൈഡ് നമ്മൾ നോക്കും, ഏതാണ് കൂടുതൽ നോക്കിക്കഴിഞ്ഞാൽ ക്രെഡിറ്റ് സൈഡ് കൂടി നിന്നാൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആണ്, ഡെബിറ്റ് സൈഡ് കൂടി നിൽക്കണമെന്ന് വെച്ചാൽ നമുക്ക് നെറ്റ് ലോസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെയും നമുക്ക് എന്ത് കിട്ടും, ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബാലൻസ് കിട്ടും. ആ ബാലൻസ് അവിടെ ക്ലോസ് ആവണമെങ്കിൽ അത് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, അത് നേരെ നമ്മൾ അടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്, അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഒരു ഫോർമാറ്റ്, ഇത് നിർബന്ധമായിട്ടും ഇതെല്ലാം പഠിച്ചിരിക്കണം കേട്ടോ. കാരണം നിങ്ങൾക്ക് ഫൈനൽ അക്കൗണ്ട് ആണോ ക്വസ്റ്റ്യൻ വരിക നമുക്ക് അറിയാൻ പറ്റില്ല. അല്ല നിങ്ങളോട് വെറുതെ ട്രേഡിംഗ് അക്കൗണ്ട് മാത്രം ചിലപ്പോൾ ചോദിക്കാം, അതല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മാത്രമായിട്ടും ചോദിക്കാം. അപ്പോൾ എങ്ങനെ ചോദ്യം വരുന്ന അറിയില്ല. സോ ഈ ചാപ്റ്റർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഇത് എല്ലാം പഠിച്ചോളുക. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു അത് പഠിച്ച് വയ്ക്കുകയായിരിക്കും ബെറ്റർ, കാരണം അതിൽ ഐറ്റംസ് കുറവാണ്. അപ്പോൾ അത് പഠിച്ച് വെച്ചാൽ അതിലല്ലാത്തൊക്കെ ബാലൻസ് എവിടെ വരാൻ സാധ്യതയുണ്ട്, P&L വരാം. അപ്പോൾ അങ്ങനെയെങ്കിലും ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഗ്രോസ് ലോസ് ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ ആദ്യം നമ്മൾ ചെയ്തിട്ട് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്തിട്ട് നമുക്ക് ലോസ് ആ സൈഡല്ലേ ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിനെ ഇങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുക, ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് എടുത്തെഴുതുക. അപ്പോൾ ബ്രോ ഡൗൺ ചെയ്യുക. ഇനി ഗ്രോസ് പ്രോഫിറ്റ് ആണ് കിട്ടിയത്, നമ്മൾ ലെഫ്റ്റ് സൈഡിലല്ലേ എഴുതിയത്, അതായത് ലെഫ്റ്റ് സൈഡിൽ കണ്ടോ ഇവിടെ അല്ലേ എഴുതിക്കുന്നത്, ഇതാ
ഇവിടെ അല്ലേ പി ആൻഡ് അക്കൗണ്ട് എഴുതിയത് ഡെബിറ്റ് സൈഡിൽ. അപ്പോൾ ഇത് എങ്ങോട്ടേക്ക് എടുത്തെഴുതുമ്പോൾ നേരെ ഈ സൈഡിലേക്കാണ് എഴുതുക. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ ഇവിടെയും ലോസ് ആണെങ്കിൽ ഇവിടെയും ഓക്കെ ആണല്ലോ. അപ്പം ഇനി ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങാൻ പോണത്. ഈ രണ്ട് സൈഡിൻ്റെ ഫോർമാറ്റൊക്കെ സെയിം തന്നെ. ഐറ്റം എഴുതുക, എമൗണ്ട് എഴുതുക, ഐറ്റം എഴുതുക, എമൗണ്ട് എഴുതുക. അപ്പോൾ ഇവിടെ ഡെബിറ്റ് സൈഡിൽ എന്തായിട്ട് എഴുതാനാണ് പറഞ്ഞത്? എല്ലാ എക്സ്പെൻസ്, ലോസ് എല്ലാം വന്നാലും ഇവിടെ കാണിക്കുക. എല്ലാ ഇൻകം, റവന്യൂ ഒക്കെ ഇവിടത്ത് കാണിക്കുക. ഓക്കെ. അപ്പോൾ ഗ്രോസ് ലോസിലാണെങ്കിൽ അതങ്ങനെ തുടങ്ങുക. അപ്പോൾ ഇനി എന്തൊക്കെ ചിലവ് നമുക്കുള്ള? സാലറി കൊടുക്കണം, റെൻറ്റ് കൊടുക്കണം, റേറ്റ്, പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി, പോസ്റ്റേജ്, ഓഡിറ്റ് ഫീസ്, ജനറൽ എക്സ്പെൻസ്, റിപ്പയർ, മെയിൻ്റനൻസ്, ഫയർ ഇൻഷുറൻസ്, ലീഗൽ എക്സ്പെൻസ്, ഇൻട്രസ്റ്റ് ആൻഡ് ബാങ്ക് ചാർജ്, ബാഡ് ഡെറ്റ്സ്, പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഇവിടെ പറയാം. ഇവിടെ കാണിച്ചാൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് അവിടെ എഴുതിക്കണം. റെൻറ്റ് റിസീവ്ഡ്, ഇവിടെ എല്ലാം കിട്ടുന്ന കാര്യങ്ങൾ എഴുതുക. എല്ലാ ഇൻകംസ് എഴുതുക. റെൻറ്റ് കിട്ടി, ഡിസ്കൗണ്ട് കിട്ടി, കമ്മീഷൻ കിട്ടി, ഇൻട്രസ്റ്റ് കിട്ടി, ബാഡ് ഡെറ്റ് നമുക്ക് കിട്ടില്ല വിചാരിച്ച സാധനം കിട്ടി, തിരിച്ച് കിട്ടി. ഇൻവെസ്റ്റ് ചെയ്തിരുന്ന നമുക്ക് ഇൻകം കിട്ടി, ഡിവിഡൻറ്റ് കിട്ടി, പ്രോഫിറ്റ് ഓൺ സെയിൽ, അസറ്റ് വിറ്റപ്പോൾ ലാഭം കിട്ടി, മിസ്ലേനിയസ് ആയിട്ടുള്ള ഇൻകം വന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ ഇവിടെ എഴുതി കഴിഞ്ഞു. ഇനി നമ്മുടെ ഈ സൈഡ് കഴിഞ്ഞിട്ടില്ല കേട്ടോ, ചിലവുകളൊന്നും കഴിഞ്ഞിട്ടില്ല. ഡിസ്കൗണ്ട് നമ്മൾ അലവ് ചെയ്താൽ നമുക്കൊരു എക്സ്പെൻസ് ആണ്. കമ്മീഷൻ കൊടുത്താൽ, അഡ്വർടൈസ്മെൻറ്റ് പൈസ കൊടുത്താൽ, ട്രാവലിങ്ങിന് എക്സ്പെൻസ്, ഡിപ്രീസിയേഷൻ, ട്രേഡിംഗ് എക്സ്പെൻസ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസ്, ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ്, അസറ്റ് വിറ്റ് നഷ്ടം വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണിക്കുക. ക്യാരേജ് ഔട്ട്വേർഡ്, ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ്, നെറ്റ് പ്രോഫിറ്റ്. ഓക്കെ. ഈ നെറ്റ് പ്രോഫിറ്റ് പറഞ്ഞ ഐറ്റല്ല, നമ്മൾ രണ്ട് സൈഡും ചെയ്തിട്ട് ക്രെഡിറ്റ് സൈഡ് കൂടി നിൽക്കുകയും ചെയ്യുക. അതിൽ നിന്ന് ഈ ഡെബിറ്റ് സൈഡിൽ ഐറ്റംസ് ഒക്കെ കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുകയാണ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? ഈ ഡെബിറ്റ് സൈഡ് കൂടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? നെറ്റ് ലോസ് ആയിരിക്കും. അത് എവിടെ കാണിക്കേണ്ടത്? അത് നമ്മളിവിടെ കാണിച്ചില്ല ഓൾറെഡി, നെറ്റ് ലോസ്. രണ്ട് സൈഡ് നോക്കിയിട്ട് എവിടെയാണോ കുറവ് വരുന്നത് അവിടെയാണ് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മൾ, ഇതെല്ലാം ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന എക്സ്പെൻസുകളാണ്. അതൊക്കെയാണ് നമ്മൾ പി ആൻഡ് അക്കൗണ്ടിൽ നമ്മൾ പ്രധാനമായിട്ട് കാണിക്കുന്നത്. പിന്നെ ഈ ഒരു എക്സ്പെൻസിൻ്റെ പ്രത്യേകത, നമ്മുടെ ഓഫീസും അഡ്മിനിസ്ട്രേഷൻ പർപ്പസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ചിലവുണ്ട്, സെല്ലിങ് ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചിലവുണ്ട്, ഫിനാൻഷ്യൽ എക്സ്പെൻസസും ഒക്കെ നമ്മൾ ഇവിടെ കാണിക്കുക, പി ആൻഡ് അക്കൗണ്ടിലാണ് കാണിക്കുക. എല്ലാ ടൈപ്പ് ഓഫ് ലോസുകളും, ലോസ് ബൈ ഫയർ, ചിലപ്പോൾ തീപിടുത്തമുണ്ടായി, നാശനഷ്ടങ്ങളുണ്ടായി, ആരെങ്കിലും ചില സാധനങ്ങൾ കട്ടുകൊണ്ടുപോയി, ബാഡ് ഡെറ്റ്സ് ഉണ്ടായി, അപ്പോൾ എല്ലാം നമ്മുടെ നാശനഷ്ടങ്ങളാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് എവിടെ കാണിക്കാം? പി ആൻഡ് അക്കൗണ്ടിൽ കാണിക്കാം. ഓക്കെ. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുക എന്ന് പറയാൻ പറ്റില്ല. കോമൺ ആയിട്ട് പറയുന്ന കുറച്ച് കാര്യമാണ്. ഗ്രോസ് പ്രോഫിറ്റ് എപ്പോഴും നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ, പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പി ആൻഡ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. പിന്നെ വേജസ് എപ്പോഴും കാണിക്കേണ്ടത് ട്രേഡിംഗ് അക്കൗണ്ടിലാണ്. പക്ഷേ സാലറി എന്ന് പറഞ്ഞാൽ അത് നിർബന്ധമായിട്ടും പി ആൻഡ് അക്കൗണ്ടിൽ കാണിക്കുക. ഇനി വേജസ് ആൻഡ് സാലറീസ് അല്ലെങ്കിൽ സാലറീസ് ആൻഡ് വേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പി ആൻഡ് അക്കൗണ്ടിൽ കാണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യനിൽ വെറും വേജസ് മാത്രമാണെങ്കിൽ അതെവിടെ കാണിക്കണം? ട്രേഡിങ്ങിലും. വെറും സാലറി മാത്രം കാണിക്കണം വെച്ചാൽ അത് പി ആൻഡ് എല്ലും കാണിക്കണം എന്ന് ഉറപ്പാണല്ലോ. പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ടും കൂടി കൂട്ടി തരും, വേജസ് ആൻഡ് സാലറി അല്ലെങ്കിൽ സാലറി ആൻഡ് വേജ് എന്ന് തന്നു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവണ്ട. അപ്പോൾ ഒന്നും നോക്കണ്ട, പി ആൻഡ് അക്കൗണ്ടിൽ കാണിക്കുക. ഓക്കെ. ഇനി നെക്സ്റ്റ് പറഞ്ഞ ക്യാരേജ് ഇൻവേർഡ് ആണ്. ക്യാരേജ് ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പർച്ചേസ് ചെയ്ത് ബന്ധപ്പെട്ട് വരുന്ന ചിലവാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ട്രേഡിങ്ങിൽ കാണിക്കുകയാണ് വേണ്ടത്. ക്യാരേജ് ഔട്ട്വേർഡ് ട്രേഡിങ്ങിൽ, ക്യാരേജ് ഔട്ട്വേർഡ് ആണെങ്കിൽ, അപ്പോൾ ഇത് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ക്യാരേജ് ഇൻവേർഡ് ക്വസ്റ്റ്യനിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കാണിക്കുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിൽ. ക്യാരേജ് ഔട്ട്വേർഡ് പറഞ്ഞാൽ കാണിക്കണമെങ്കിൽ അത് തീർച്ചയായിട്ടും പി ആൻഡ് അക്കൗണ്ടിൽ എടുക്കേണ്ടതാണ്. എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസസും നമ്മൾ എടുക്കേണ്ടത് ട്രേഡിംഗ് അക്കൗണ്ടിലാണ്. എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസും, ലോസും അതുപോലെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും ഒക്കെ കാണിക്കേണ്ടത് പി ആൻഡ് അക്കൗണ്ടിലാണ്. തിരിച്ചും അതേപോലെ തന്നെയാണ് അവിടെ കാണിക്കേണ്ടത്. പേഴ്സണൽ എക്സ്പെൻസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഡൊമസ്റ്റിക് എക്സ്പെൻസോ ലൈഫ് ഇൻഷുറൻസോ ഇൻകം ടാക്സോ, അതൊന്നും ഒരിക്കലും ഇവിടെ കാണിക്കരുത്, പി ആൻഡ് അക്കൗണ്ടിൽ കാണിക്കരുത്. കാരണം അതൊക്കെ ചാർജ് ചെയ്യുന്നത് ഡ്രോയിങ്സ് അക്കൗണ്ടിലാണ്. കാരണം സ്വന്തമായിട്ട് വരുന്ന ചിലവുകളാണല്ലോ വ്യക്തിക്ക്. അപ്പോൾ അത് നമ്മൾ പറഞ്ഞല്ലോ, ബിസിനസ്സിന് എന്തെങ്കിലുമൊക്കെ എടുക്കണമെങ്കിൽ അത് ഡ്രോയിങ്സ് അക്കൗണ്ടിലാണ് കാണിക്കുക. നമുക്ക് പി ആൻഡ് അക്കൗണ്ടിൻ്റെ ഒരു കുഞ്ഞ് ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് നോക്കിക്കോളൂ. സാലറി ഉണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് പറയണത് എന്താ വെച്ചാൽ, പി ആൻഡ് അക്കൗണ്ട് നമ്മളോട് ഡീറ്റെയിൽസ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞത്. അവരുടെ വർഷം എൻഡ് ചെയ്യുന്നത് 31 മാർച്ചിലാണ്. നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ഓൾറെഡി നമുക്ക് ഇവിടെ തരികയാണ് ചെയ്തിരിക്കുന്നത്. ഗ്രോസ് പ്രോഫിറ്റാന്ന് പറഞ്ഞിട്ടുണ്ട്, 1,97,500 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാലറി, ഡിസ്കൗണ്ട് അലൗഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, ബാഡ് ഡെറ്റ്സ്, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, ഡിപ്രീസിയേഷൻ, ഇൻഷുറൻസ്, ക്യാരേജ് ഔട്ട്വേർഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, റെൻറ്റ്, ഇത്രയും കാര്യങ്ങൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. വളരെ ഈസിയാണ് കേട്ടോ, ഒന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ ആദ്യം തുടങ്ങുക എവിടുന്നാണ്? ആ ഗ്രോസ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ആദ്യം ഇവിടെ കാണിക്കുക, ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ ഇവിടെ കാണിക്കുക. ഓക്കെ. ഇനി തന്നതിലെല്ലാം ചിലവല്ലേ, ഒന്നും നോക്കാനില്ല, ചിലവുകളെല്ലാം ഇവിടെ കാണിക്കുക. വല്ല വരുമാനവും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെവിടെ? ആകെ ഇൻട്രസ്റ്റ് കിട്ടി, ഡിസ്കൗണ്ട് കിട്ടി മാത്രമേ ഇവിടെ ഉള്ളൂ. ബാക്കിയൊക്കെ ഇവിടെ കാണിക്കും, ഒരു ഡൗട്ടും വേണ്ട. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഈ സൈഡാണ് ടോട്ടൽ കൂടുതൽ, 2,09,200. ഇവിടെ കുറവാണ്. ഇത് കുറഞ്ഞപ്പം
അത് അഡ്ജസ്റ്റ് ചെയ്യാൻ 47,000 കൂടി ഇങ്ങോട്ട് ഇട്ടപ്പോഴാണ് നമുക്ക് എന്തായത് പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റ് ആണെന്ന് നമുക്കവിടെ മനസ്സിലായത്. ഇത്രയേ ഉള്ളൂ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. മൂന്നാമത്തെ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ആണ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് ബാലൻസ് ചെയ്യണം. എന്തിനാ ബാലൻസ് ചെയ്യണത്? നമ്മുടെ അസറ്റിനെ ഏതിന്റെ ഒപ്പം ബാലൻസ് ചെയ്യണം? നമ്മുടെ ലയബിലിറ്റി ആയിട്ട് ബാലൻസ് ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യത്തെ ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? ഗ്രോസ് പ്രോഫിറ്റോ ലോസോ ഒക്കെ കിട്ടി. കാരണം അവിടെ നമ്മൾ ചെയ്ത കാര്യങ്ങളുടെയൊക്കെ ഡയറക്റ്റ് ആയിട്ട് തന്നെ എക്സ്പെൻസ് ആണ് അവിടെ കാണിച്ചത്. അതിന്റെ ബാലൻസിനെ നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ട്രാൻസ്ഫർ ചെയ്തിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്താ കാണിക്കുക? ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന എക്സ്പെൻസും റവന്യൂ ഇൻകം ഒക്കെയാണ് കാണിക്കുക. അതും കൂടി അവിടെ കുറച്ചപ്പോഴാണ് നമുക്ക് എന്ത് മനസ്സിലായത്? ഈ വർഷത്തിൽ നമ്മൾ ബിസിനസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നൊക്കെ അറിയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും നമുക്കൊരു ബാലൻസ് വന്നിട്ടുണ്ട്, നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ്. ഓക്കെ, അപ്പോൾ അത് നെക്സ്റ്റ് ഇനി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ബാലൻസ് ഷീറ്റ് ആണ്. ഇതിനെ പറഞ്ഞ വേറൊരു പേരാണ് പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് എന്നൊക്കെ പറയും. അതായത് ഒരു ഡേറ്റിന് ആ ഒരു പെർട്ടിക്കുലർ ബിസിനസ്സിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് അറിയണമെങ്കിൽ നമുക്ക് എന്തായാലും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഗുഡ് തിങ്സ് ആർ ദ തിങ്സ് വിച്ച് ഹാവ് വാല്യൂ. ഇവിടെ എന്താ വെച്ചാൽ ഒരു ലിസ്റ്റ് ഓഫ് ഓൾ ദ ഗുഡ് തിങ്സ് ആൻഡ് ബാഡ് തിങ്സ്. ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ നല്ല കാര്യവും ചീത്ത കാര്യവും ഒക്കെ ഇവിടെ ഉണ്ടായിരിക്കും. നല്ല കാര്യമാണെന്ന് വെച്ചാൽ ഒക്കെ നമുക്ക് അസറ്റ് പറയാം, ചീത്ത കാര്യമൊക്കെ എന്ത് പറയാം? നമ്മുടെയൊക്കെ ബാധ്യത എന്ന് പറയാം. ആർ കോൾഡ് ലയബിലിറ്റീസ്. ഹോപ്പ്ഫുള്ളി ദ ഗുഡ് തിങ്സ് ഔട്ട് നമ്പർ ദ ബാഡ് തിങ്സ് ആർ ദ എക്സസ് ദ ക്യാപിറ്റൽ ഓർ വെൽത്ത് ഓഫ് ദ പ്രൊപ്രൈറ്റർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് എന്താണ് ഗുഡ് തിങ്സ് ഔട്ട് നമ്പർ, ഗുഡ് തിങ്സ് ആണ് അധികം നിൽക്കുന്നത് എന്നെങ്കിൽ ബാഡ് തിങ്സിനെക്കാട്ടിലും ആ എക്സസിന് നമുക്ക് ക്യാപിറ്റലാണ് അല്ലെങ്കിൽ നമ്മുടെ ആ പ്രൊപ്രൈറ്ററുടെ വെൽത്താന്നൊക്കെ ഇവിടെ പറയാം. സോ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതൊക്കെ പഠിച്ചോളൂ, 3 മാർക്സിന് ചോദ്യം വരാം കേട്ടോ. ബാലൻസ് ഷീറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഷോയിങ് ദ അസറ്റ്സ് ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ. 3 കാര്യങ്ങളായിരിക്കും ഇവിടെ നമുക്ക് അറിയാൻ പറ്റുക: അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ. ഒരു പെർട്ടിക്കുലർ ഡേറ്റിൽ ബിസിനസിന്റെ ഈ 3 കാര്യം അറിയാൻ പറ്റും. പ്രിപ്പയർ ടു നോ ദ ഫിനാൻഷ്യൽ പൊസിഷൻ. ഒരു ഫേമിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ, ഇപ്പോൾ ഈ കമ്പനി എവിടെ നിൽക്കുന്നു എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഏത് പ്രിപ്പയർ ചെയ്യണം? ബാലൻസ് ഷീറ്റ്. അതുകൊണ്ടാണ് ഇതിനെ പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് പറയണത്. കാരണം ഇവിടെ ഫിനാൻഷ്യൽ പൊസിഷനെ കാണിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ബാലൻസ് ഷീറ്റ് എന്ന് പറയും. കാരണം ബാലൻസുകളെല്ലാം വരുന്നത് എവിടേക്കാ? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് നേരെ ബാലൻസ് ഒക്കെ കൊടുക്കുന്നത് ബാലൻസ് ഷീറ്റിലേക്കാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ലെഡ്ജർ അക്കൗണ്ട്സിന്റെ ബാലൻസും, ക്ലോസ് ചെയ്യാത്ത എല്ലാ അക്കൗണ്ടിന്റെ ബാലൻസും ട്രയൽ ബാലൻസും ഇങ്ങോട്ടേക്ക് എടുത്തെഴുതും. അപ്പോൾ ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്നാപ്ഷോട്ട് എന്ന് പറയാം. ഒരു മൂവിങ് ട്രെയിനിൻ്റെ സ്നാപ്ഷോട്ട് തന്നെയാണ് ബാലൻസ് ഷീറ്റ്. ഒരു പെർട്ടിക്കുലർ ഡേറ്റിലായിരിക്കും അത് പ്രിപ്പയർ ചെയ്യാം, നോട്ട് ഫോർ എ പെർട്ടിക്കുലർ പീരീഡ്. കാരണം നമ്മൾ മറ്റുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്, ഫോർ ദ ഇയർ എൻഡഡ് പറഞ്ഞിട്ടാണ് നമ്മൾ എഴുതുക. പക്ഷേ ബാലൻസ് ഷീറ്റ് എഴുതുമ്പോൾ ആസ് ഓൺ എന്നാണ് വരിക. ആസ് ഓൺ 31 മാർച്ച് അങ്ങനെ പറയുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഡേറ്റിന് ആ കമ്പനിയുടെ അവസ്ഥ എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. സോ ഇതൊരു സ്റ്റാറ്റിക് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് അവിടെ പറയാം. ബാലൻസ് ഷീറ്റ് ഒരിക്കലും ഒരു അക്കൗണ്ട് നമുക്ക് പറയാൻ പറ്റില്ല, അതൊരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ്. 2 സൈഡിലുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അവിടെ അസറ്റിലൊക്കെ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണിക്കും, നമ്മുടെ ബാധ്യതകളെല്ലാം ലെഫ്റ്റിൽ ക്യാപിറ്റലും ലയബിലിറ്റിയും ഒക്കെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാണിക്കും. സോ ഈ 2 സൈഡും ടാലി ആവണം. അപ്പോൾ ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ് എപ്പോഴും ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്താണ്? നമുക്ക് എവിടെ നിന്നാണ് പൈസ എല്ലാം കിട്ടിയത് എന്നുള്ളത്. അതേസമയം അസറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം കിട്ടിയ പൈസയൊക്കെ എവിടെ നമ്മൾ മുടക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത്, ഇതിനൊക്കെ വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നതാണ് പറയുന്നത്. സോ ഇവിടെ ഫീച്ചേഴ്സ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബാലൻസ് ഷീറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യമേ ഞാൻ പറഞ്ഞു ഈ ചാപ്റ്ററിൽ ഒന്നും നിങ്ങൾക്ക് ഒഴിവാക്കാനില്ല. കാരണം ഈ ഒരു ബാലൻസ് ഷീറ്റിൻ്റെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, ഈ 3 കാര്യങ്ങൾ കാണിക്കുന്നതാണ്. ഇതൊരു അക്കൗണ്ട് അല്ല, പെർട്ടിക്കുലർ ഡേറ്റിനാണ് ഇത് പ്രിപ്പയർ ചെയ്യുക. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത ശേഷം മാത്രമേ നമുക്കിത് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ എന്താ മനസ്സിലാവാൻ പറ്റും? ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ ഒരു പെർട്ടിക്കുലർ ഡേറ്റിൽ എന്താണെന്നുള്ളത് അറിയാൻ പറ്റും. എപ്പോഴും ടോട്ടൽ അസറ്റ് സൈഡ് മസ്റ്റ് ബി ഈക്വൽ ടു ദ ടോട്ടൽ ലയബിലിറ്റിക്ക് തുല്യമായിരിക്കും. ആൻഡ് ക്ലാസിഫൈഡ് സമ്മറി ഓഫ് ദ ബാലൻസ് ഷീറ്റ് റിയൽ ആൻഡ് പേഴ്സണൽ അക്കൗണ്ട്സ്. കൂടാതെ ഈ ഒരു ബാലൻസ് ഷീറ്റിൻ്റെ സമ്മറി ക്ലാസിഫൈ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ റിയൽ അക്കൗണ്ടും പേഴ്സണൽ അക്കൗണ്ടും ചെയ്തതിൻ്റെ ഒക്കെയാണ് നമുക്കിവിടെ കിട്ടാൻ പോകുന്നത്. സോ ഒരു ബാലൻസ് ഷീറ്റ് ഒരു സ്ഥാപനത്തിന് ആവശ്യമുള്ളതാണോ, അതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് പറയുന്നുണ്ട്. കാരണം ഇത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തറിയാൻ പറ്റുള്ളൂ? ഒരു സ്ഥാപനത്തിന് ആ ഒരു ഡേറ്റിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതേപോലെ ഈ ബിസിനസ്സിൽ എന്തൊക്കെ തരത്തിലുള്ള അസറ്റ് ഉണ്ട്, അതിൻ്റെയൊക്കെ വാല്യൂ എങ്ങനെയാണ്, എന്താ നേച്ചർ, അതേപോലെ എത്രത്തോളം രൂപ ലയബിലിറ്റി ഉണ്ട്, അതിൻ്റെ നേച്ചർ എങ്ങനെയാണെന്നൊക്കെ അറിയാൻ പറ്റുക. അതേപോലെ എത്ര എമൗണ്ട് കറക്റ്റ് നമ്മുടെ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു എന്ന് അറിയണമെങ്കിൽ ക്യാപിറ്റൽ എത്രയെന്നൊക്കെ അസർട്ടൈൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഏത് ആവശ്യമുണ്ട്? ഈ ഒരു ബാലൻസ് ഷീറ്റ് ആവശ്യമാണ്. ടു ഫൈൻഡ് ഔട്ട് വെദർ ദ
ഫേം ഈസ് സോൾവെന്റ് ഓർ നോട്ട്. പിന്നെ ഇനി ഈ ഫേമിന് വല്ല പൈസ ആവശ്യം വരികയാണെങ്കിൽ അവർക്ക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അടുത്തൊക്കെ ലോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ അവർ ഇതൊക്കെ നോക്കിയിട്ടേ കൊടുക്കുള്ളൂ. കാരണം ഫേം ഇതിനെ സോൾവ് ചെയ്യാൻ, ഈ പ്രശ്നം പരിഹരിക്കാൻ തക്ക പ്രാപ്തിയുള്ളതാണോന്ന് അറിയണമല്ലോ. ബാങ്ക് ലോൺ മാത്രം കിട്ടിയിട്ട് കാര്യമില്ല. അത് അടയ്ക്കാൻ പ്രാപ്തി ഉണ്ടെങ്കിൽ മാത്രമേ ബാങ്ക് ലോൺ തരുള്ളൂ. സോ അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ലയബിലിറ്റി സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ സോൾവൻസി കപ്പാസിറ്റി ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. ഒരു ഫേമിന് റൺ ചെയ്ത് പോകാൻ വർക്കിംഗ് ക്യാപിറ്റൽ എത്ര വേണം എന്നുള്ളതൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാനൊക്കെ നമുക്ക് ഇതിന് കൃത്യമായിട്ട് കിട്ടുന്നുള്ളതാണ് പറയുന്നത്. കാരണം അതിൽ കറണ്ട് ലയബിലിറ്റിയും കറണ്ട് അസറ്റും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവ തമ്മിൽ ഡിഫറൻസ് ആണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതറിയാൻ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ട്രയൽ ബാലൻസ് ആൻഡ് ബാലൻസ് ഷീറ്റ്. ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്തിനാണ്, അരിത്തമെറ്റിക് ആക്യുറസി ചെക്ക് ചെയ്യാനാണ്, ടെസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞു. 5 ടൈപ്പ് അക്കൗണ്ട്സ് അതിലുണ്ടായിരിക്കും. ഈ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യണമെന്നുള്ള ഒരു നിർബന്ധവും ഇല്ല. അതേപോലെ തന്നെ ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് പറഞ്ഞ ഐറ്റം ഇല്ലാത്തൊരു സംഭവമാണ് ട്രയൽ ബാലൻസിൽ. ഇതിൽ 2 ഹെഡിങ് ആയിരിക്കും, ഡെബിറ്റും ക്രെഡിറ്റും ഉണ്ടായിരിക്കുക. നോർമലി ഈ ഒരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുക എല്ലാ മാസം അവസാനത്തിൽ, അല്ലെങ്കിൽ എപ്പോഴാണ് നമുക്ക് ആവശ്യം വരുന്നത് അപ്പോൾ നമുക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ആൻഡ് പ്രിപ്പയർഡ് വിത്തൗട്ട് മേക്കിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഒരു അഡ്ജസ്റ്റ്മെൻറ്റും കാണിക്കേണ്ട. നമുക്ക് എന്ത് മാത്രമേ വേണ്ടൂ, എല്ലാ ലെഡ്ജർ അക്കൗണ്ടും റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ വരുന്ന ബാലൻസുകൾ ഡെബിറ്റ് ആണെങ്കിൽ ഡെബിറ്റ്, ക്രെഡിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് എന്ന് എടുത്തെഴുതുക മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. എടുത്തെഴുതുമ്പം 2 സൈഡും ടാലി ആകുമ്പോൾ നമുക്ക് അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓക്കെയാണെന്ന് അവിടെ പറയാൻ പറ്റും. ഇനി ബാലൻസ് ഷീറ്റിൻ്റെ ഈ സൈഡിലേക്ക് പറയുകയാണെന്ന് വെച്ചാൽ ഇത് പ്രിപ്പയർ ചെയ്ത് ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാനാണെന്ന് പറഞ്ഞു. ഇവിടെ എപ്പോഴും 3 കാര്യം ഉണ്ടാവുള്ളൂ: അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ. ഇത് കമ്പൽസറി ആട്ടോ, ഒരു ഫേമിനെ സംബന്ധിച്ച് നിർബന്ധമായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു സാധനമാണ്. ഇവിടെ നമുക്ക് എന്തുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്, എല്ലാ ഹെഡ്സ്, അസറ്റ്, ലയബിലിറ്റി ഒക്കെ ഇതിൽ വരുന്നുണ്ട്. നോർമലി ഇത് പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു വർഷം അവസാനിക്കുമ്പോൾ. ആൻഡ് ഇതൊരിക്കലും എന്താ അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ലാതെ നമുക്കിത് ചെയ്യാനേ പറ്റില്ല. എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും കൃത്യമായിട്ട് ഇതിൽ കാണിച്ചിട്ടാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റും കൂടി ഒന്ന് നോക്കാം കേട്ടോ. സെയിം തന്നെയാണ് നമ്മൾ ചെയ്ത പോലെ തന്നെ. പക്ഷേ ഈ ഒരു സൈഡിലും പേര് വരും, ഇവിടെ ഡെബിറ്റും ക്രെഡിറ്റും ഒന്നല്ല, പകരം ആദ്യത്തെ സൈഡിൽ കൊടുക്കുന്ന ലയബിലിറ്റിയും ഇവിടെ നമുക്ക് കൊടുക്കുന്നത് അസറ്റും. ഒന്നുമില്ല, ഐറ്റം എഴുതുക, എമൗണ്ട് എഴുതുക, ഐറ്റം എഴുതുക, എമൗണ്ട് എഴുതുക, അത്രയേ ഉള്ളൂ. പക്ഷേ ഹെഡിങ് ഇത് മറക്കരുത്. ഇവിടെ ഡെബിറ്റ് ഉണ്ടാവാറുണ്ട് സാധാരണ, ഇവിടെ ക്രെഡിറ്റ് ഉണ്ടാവാറുണ്ട്. ഓക്കെ. പക്ഷേ ബാലൻസ് ഷീറ്റ് എഴുതുമ്പോൾ നമുക്ക് അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഈ ഒരു സൈഡിന് ലയബിലിറ്റി എന്നും ഈ ഒരു സൈഡിന് അസറ്റ് എന്നും പറയും. ഓക്കെ. ഇനി ഈ ഒരു അസറ്റ് ലയബിലിറ്റി സൈഡ് നോക്കാം. ആദ്യത്തെ സൈഡ് നമുക്ക് ആരോടൊക്കെ നമുക്ക് കടം കൊടുക്കാനുണ്ടോ അതെല്ലാം അവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ബിൽസ് പേയബിൾ, നമുക്ക് കുറേ ബില്ല് കൊടുക്കാണ്ടാവും. അപ്പോൾ പിന്നെ ക്രെഡിറ്റേഴ്സ്, നമുക്ക് കടം തന്ന ആളുകളുണ്ട്, അവർക്ക് കൊടുക്കണ്ടേ, അതൊക്കെ ബാധ്യതയല്ലേ. ബാങ്കിൽ നിന്ന് ഓവറായിട്ട് നമ്മൾ പിൻവലിച്ചിട്ടുണ്ടാവും, ഓവർ ഡ്രാഫ്റ്റ് ഉണ്ട്, കുറേ പൈസ കൊടുക്കാനുണ്ട്, കൊടുത്തിട്ടില്ല, ഔട്ട്സ്റ്റാൻഡിങ് ആണ് ഇപ്പോഴും. ഇൻകം നമുക്ക് മുൻകൂട്ടിയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കൊടുക്കാൻ ബാധ്യത ഉള്ളതാണ്. സോ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണെങ്കിൽ അത് ലയബിലിറ്റി സൈഡിൽ കാണിക്കുക. പിന്നെ കുറേ ബാധ്യതകൾ, ലോങ് ടേം ലോൺസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കാണിക്കുക. റിസർവ് കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കാണിക്കുക. ക്യാപിറ്റൽ നമുക്ക് പോസ്റ്റിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് കാണിക്കുക. അവിടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്തിട്ട് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് നമ്മൾ പറഞ്ഞല്ലോ ക്ലോസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ആ നെറ്റ് പ്രോഫിറ്റോ ലോസോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ട് ക്ലോസ് ചെയ്യുന്ന എവിടേക്കാണ്, ബാലൻസ് ഷീറ്റിലേക്കാണ്. നെറ്റ് പ്രോഫിറ്റ് ആണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റലിൻ്റെ ഒപ്പം ആഡ് ചെയ്യുക. നെറ്റ് ലോസാണ് കിട്ടിച്ചാൽ ക്യാപിറ്റലിൽ നിന്ന് കുറച്ചിട്ട് വേണം ഇവിടെ എഴുതാൻ വേണ്ടിയിട്ട്. ഇനി അതിന് ഒരു ഐറ്റം കൂടി കുറയ്ക്കാണ്ട് ഡ്രോയിങ്സ് തന്നിട്ടുണ്ടെങ്കിൽ കുറയ്ക്കാം. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് എന്താ വെച്ചാൽ ക്യാപിറ്റൽ പ്ലസ് പ്രോഫിറ്റ് മൈനസ് ഡ്രോയിങ്സ്. ഓക്കെ. ഇനി അത് കഴിഞ്ഞ് നമ്മളിവിടെ കാണിക്കുന്നത് അസറ്റ് സൈഡാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ലയബിലിറ്റി സൈഡിൽ. അസറ്റ് സൈഡിൽ പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ആസ്തികളെല്ലാം അവിടെ കാണിക്കാം. ക്യാഷ്, കയ്യിലുള്ള ക്യാഷ് കാണിക്കാം, ബാങ്കിൽ എത്ര ഉണ്ട് നോക്കുക, ഇങ്ങോട്ട് നമുക്ക് പൈസ തരാം എത്ര ആളുകളിൽ നോക്കുക, ബില്ലൊക്കെ എത്ര റിസീവ് ചെയ്യാണ്ട്, സെക്യൂരിറ്റി എന്താണ്, സ്റ്റോക്ക്, പ്രീപെയ്ഡ് ആയിട്ട് നമ്മൾ മുൻകൂട്ടിയിട്ട് കൊടുക്കുന്ന എക്സ്പെൻസുകൾ, അതുപോലെ അക്രൂ ചെയ്തിരുന്ന കാലങ്ങളായിട്ട് ഇങ്ങനെ കൂടി 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 വരുന്ന ഇൻകം ഉണ്ടെങ്കിൽ അത്, പിന്നെ ലോങ് ടേമിലേക്ക് വല്ല ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഫർണിച്ചറോ ഫിക്ചേഴ്സോ ഒക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ, പിന്നെ നമ്മുടെ ബിസിനസ്സിൽ മോട്ടോർ വെഹിക്കിൾ ഉണ്ടെങ്കിൽ കാണിക്കുക, പേറ്റന്റ്, ട്രേഡ് മാർക്ക്, ലൂസ് ടൂൾസ് ഉണ്ടെങ്കിൽ, ലാൻഡ് ആൻഡ് മെഷീനറി ഉണ്ടെങ്കിൽ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഉണ്ടെങ്കിൽ, ഗുഡ് വിൽ ഉണ്ടെങ്കിൽ കമ്പനിക്ക്, അതൊക്കെ കമ്പനിയെ സംബന്ധിച്ചുള്ള അതിൻ്റെ അസറ്റ് ആണ്, ആസ്തിയാണ്. ഓക്കെ. അപ്പോൾ അതെല്ലാം കാണിക്കേണ്ട സൈഡാണ് അസറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് പഠിക്കുക, ഐറ്റംസ് പഠിക്കുക, പി ആൻഡ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് പഠിക്കുക, ഐറ്റംസ് പഠിക്കുക, ബാലൻസ് ഷീറ്റ് എന്താ നോക്കുക, അതിൻ്റെ ഇമ്പോർട്ടൻസ്, നെക്സ്റ്റോ കാര്യങ്ങളൊക്കെ പഠിക്കുക, ഡിഫറൻസ് ഒക്കെ പഠിക്കുക, അതിൻ്റെ ഫോർമാറ്റ് നമുക്ക് അസറ്റും ലയബിലിറ്റി ആയിട്ട് പറയാം. ഇനി ഒരു പ്രോബ്ലം കൂടി ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ആ ഒരു പ്രോബ്ലം കൂടി ഈ ഒരു വീഡിയോയിലൂടെ പറയാം. പ്രോബ്ലംസിൽ തന്നിരിക്കുന്ന ഐറ്റംസ് ഇതേപോലെ ലാൻഡ്, ബിൽഡിംഗ്, ഫർണിച്ചർ, അതൊക്കെ കുറേ അസറ്റൊക്കെ മിങ്കിൾ ചെയ്ത് തന്നിട്ടുണ്ട്. ഒരുമിച്ചല്ല, മീൻസ് എല്ലാം കൂടി മിക്സ് ആയിട്ട് ഇവിടെ തന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സൺട്രി, ക്രെഡിറ്റേഴ്സ്, ഡെറ്റേഴ്സ്, ലോണ്, പിന്നെ ക്യാഷ് ഇൻ ഹാൻഡ്. ഇത് കണ്ടിട്ട് 2 സൈഡാണെന്ന് വിചാരിക്കരുത്. ഇത് ഇവരിങ്ങനെ ഒറ്റയടിക്ക് എഴുതിയതിന് പകരം കുറച്ച് ഈ ഭാഗത്ത് എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് ഇത് ഡെബിറ്റ് ആണ് ക്രെഡിറ്റ് ആണ് അങ്ങനെയൊന്നും തെറ്റായ ഒരു ധാരണയും വേണ്ട.
ക്യാഷ് ഇൻ ഹാൻഡും ബാങ്കും ഇൻവെസ്റ്റ്മെന്റ് ഡ്രോയിങ്ങും ക്യാപിറ്റൽ ക്ലോസിംഗ് സ്റ്റോക്ക് നെറ്റ് പ്രോഫിറ്റ്. അപ്പോൾ നമ്മൾ എവിടുന്നാ തുടങ്ങാം? ഈ ഒരു നെറ്റ് പ്രോഫിറ്റ് അവിടെ ഉണ്ട്. തുടങ്ങാന്നല്ല, അത് ആവശ്യമുള്ള സാധനമാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ കോളമൊക്കെ വരച്ചു. കോളം വരച്ചിട്ട് ലയബിലിറ്റി എഴുതി, അസറ്റ് എഴുതി. അപ്പോൾ ലയബിലിറ്റി സൈഡാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം കറണ്ട് അസറ്റ് ഒക്കെ എടുത്ത് എഴുതുക. അതായത് ബിൽസ് പേയബിൾ എഴുതി, സൺട്രി ക്രെഡിറ്റേഴ്സ് എഴുതി. ഇവിടെ അസറ്റിൻ്റെ അവിടെ ആദ്യം നമ്മൾ ഈ ഒരു ഫോർമാറ്റ് പഠിച്ച് അതേപോലെ തന്നെ എഴുതിയാൽ മതി. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്. പിന്നെ നമുക്ക് മനോജിന് ഇത് കുറച്ച് ലോൺ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് എഴുതി. പിന്നെ നമുക്ക് ക്യാപിറ്റലാണ് തന്നിരിക്കുന്നത്, അത് തന്നിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് ഓൾറെഡി തന്നു. അപ്പോൾ പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ ആഡ് ചെയ്യണം, ആഡ് ചെയ്തു. അതിൽ നിന്ന് ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ കുറയ്ക്കണം പറഞ്ഞു, ഡ്രോയിങ്സ് കുറച്ചു. ഇത്രയേ ഉള്ളൂ ആ സൈഡിൽ. ഈ സൈഡിലേക്ക് വരുമ്പോൾ ഡെറ്റേഴ്സ് ഉണ്ട്, ബിൽസ് ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് ഇവിടെ മറന്നു പോകരുത് എഴുതുമ്പം ഇൻവെസ്റ്റ്മെൻറ്റ്, ഫർണിച്ചർ, ലാൻഡ് ഇത്രയും ഏറ്റവും അസറ്റാണ്. അപ്പം നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സൈഡും ഒരു ബുദ്ധിമുട്ടിലാണ് നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചെയ്ത ക്വസ്റ്റ്യൻ തെറ്റില്ലാതെ നമ്മൾ പ്രിപ്പയർ ചെയ്തു തന്നെയാണ്. നിങ്ങൾക്ക് അപ്പം തന്നെ അറിയാൻ പറ്റും. അത് അറ്റൻഡ് ചെയ്ത് ക്ലോസ് ആയി കഴിഞ്ഞാൽ രണ്ട് സൈഡും ബാലൻസ് ആയി അത്ര നിങ്ങൾക്ക് അറിയാം അതിൻ്റെ മാർക്ക് നമുക്ക് കിട്ടുന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്. ബാലൻസ് ഷീറ്റിൻ്റെ പ്രിപ്പറേഷനും കൂടി നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞത് ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ആ ക്വസ്റ്റ്യനിൽ മൂന്നും കൂടി ചെയ്യാൻ. അപ്പം മിക്കവാറും ശരിക്കും ഇതുവരെയ്ക്കൊക്കെ വന്ന എസ് നോക്കുമ്പോൾ ഇങ്ങനെ മൂന്നും കൂടിയൊക്കെ പ്രിപ്പയർ ചെയ്യാനുള്ളതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ നിർത്താം. ഇപ്പം നമ്മൾ ഓരോന്നിൻ്റെ ഓരോ ഐറ്റം ചെയ്യുകയും ചെയ്തു. ഇനി ലാസ്റ്റ് ഒന്നിച്ച് ഇവിടെ നമുക്ക് ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഡെബിറ്റാന്ന് പറഞ്ഞിട്ട് സെയിൽസ് ക്രെഡിറ്റ് പറഞ്ഞിട്ട് കുറച്ച് ഐറ്റം. അപ്പോൾ ഡെബിറ്റും ക്രെഡിറ്റും ആയിട്ട് തന്നിട്ടുണ്ട്, വേറെ തിരിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈസിയാണ് വേഗം എവിടേക്ക് എഴുതണം എന്നുള്ളതൊക്കെ. പിന്നെ പർച്ചേസ് റിട്ടേൺ അങ്ങനെ കുറേ സാധനങ്ങൾ, പ്രൊഡക്റ്റീവ് വേജ്, ക്യാരേജ് ഇൻവേർഡ്, സാലറി, കോൾ, ഗ്യാസ്, ട്രേഡ് എക്സ്പെൻസ്, സ്റ്റേഷനറി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഡ്രോയിങ്സ്, പ്ലാന്റ്, ക്യാഷ് ഇൻ ഹാൻഡ്, ഡെറ്റേഴ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്. ഇനി ഇത്രയാണ് കേട്ടോ ഡെബിറ്റ് സൈഡിൽ എന്ന് പറഞ്ഞ് തന്നത്. ഞാൻ അന്ന് എടുക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു. അങ്ങനെ സൈഡായിട്ട് തരികയാണെന്ന് വെച്ചാൽ വളരെ ഈസിയാണ്, ഏത് സൈഡിലാണെന്ന് ഒരു കൺഫ്യൂഷൻ വേണ്ട. ഇനി ക്രെഡിറ്റ് സൈഡിൽ പർച്ചേസ് റിട്ടേണും ക്യാപിറ്റലും ക്രെഡിറ്റേഴ്സും ഇത്രയാണ് തന്നിരിക്കുന്നത്. ഇനി അപ്പോൾ നമ്മൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പോലും ചെയ്യാനില്ല കേട്ടോ. സാധാരണ കൊമേഴ്സ് പഠിച്ചൊരു കുട്ടിക്ക് ഇത് കണ്ടാൽ അറിയാൻ പറ്റും. ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റുകൾ താഴെ തരും, നമ്മളതെല്ലാം നോക്കിയിട്ടേ ഇവിടെ ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊന്നുമില്ല, ഡയറക്റ്റ് ആണ്. അപ്പോൾ നമുക്കിപ്പോൾ ചെയ്യേണ്ടത് എന്താ? ട്രേഡിംഗ് ആൻഡ് പി&എൽ അക്കൗണ്ട് വരയ്ക്കുക, അത് എഴുതുക. അപ്പോൾ ആദ്യമായിട്ട് നമുക്കറിയാലോ ഓപ്പണിംഗ് സ്റ്റോക്ക് ഒന്നും നോക്കണ്ട, ഫോർമാറ്റ് പഠിച്ചാൽ ഐറ്റംസ് അവിടെ ഉണ്ടോ എന്നുള്ളത് നോക്കുക മാത്രമേ വേണ്ടുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്ന ഓപ്പണിംഗ് സ്റ്റോക്കാണ്. പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എടുക്കുക, എന്നിട്ട് അതിന് റിട്ടേൺസ് ഉണ്ടെങ്കിൽ കുറയ്ക്കുക. നമ്മൾ പറഞ്ഞാണല്ലോ സെയിൽസ് എടുത്തു, സെയിൽസ് റിട്ടേൺ ഉണ്ടെങ്കിൽ കുറയ്ക്കുക, ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ അവിടെ അത് കഴിഞ്ഞു. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ട്രേഡിംഗ് അക്കൗണ്ട് ഡയറക്റ്റ് എക്സ്പെൻസ് ആണല്ലോ ആദ്യം എടുക്കേണ്ടത്. അപ്പോൾ കോൾ, ഗ്യാസ്, വാട്ടർ കാർഡ് ഇവിടെ കാണിക്കുക. പ്രൊഡക്റ്റ് വേജ് എന്നൊരു വാക്ക് വന്നില്ലേ, പ്രൊഡക്റ്റ് എന്തോ വേജ് ആയിക്കോട്ടെ, വേജ് വന്നാൽ നമ്മൾ എവിടെ കൊടുക്കുക? ട്രേഡിങ്ങിൽ കൊടുക്കുക. ഓക്കെ, പക്ഷേ വേജ് ആൻഡ് സാലറി എന്ന് വന്നു വെച്ചാൽ അത് പി&എൽ അക്കൗണ്ടിൽ കാണിക്കാം. ഓക്കെ, വെറും ക്യാരേജ് മാത്രം പറഞ്ഞാൽ ഇവിടെ കാണിക്കാം. ക്യാരേജ് എന്ന് പറഞ്ഞാൽ അത് ഇൻവേർഡ് ഔട്ട്വേർഡ് ഒന്നും പറഞ്ഞില്ല. ഇൻവേർഡ് ആണെങ്കിൽ ട്രേഡിങ്ങിലും ഔട്ട്വേർഡ് ആണെങ്കിൽ പി&എൽ അക്കൗണ്ടിലും കാണിക്കണം എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പോൾ രണ്ട് സൈഡ് നമ്മൾ നോക്കിയപ്പോൾ ക്രെഡിറ്റ് സൈഡാണ് കൂടി നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 27,000 കൂടി അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ ഒരു ടോട്ടലിലേക്ക് വരാൻ പറ്റുള്ളൂ. സോ നമുക്ക് ഇവിടെ എന്ത് കിട്ടിയെന്ന് പറയാം? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടിയെന്നുള്ളത് പറയാം. ഈ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടിയാൽ നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം പറഞ്ഞാൽ ഈ ഭാഗത്തുള്ള പ്രോഫിറ്റിനെ നേരെ ഇങ്ങോട്ടേക്ക് വെച്ചിട്ടാണ് തുടങ്ങുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റം സാലറി ഉണ്ട്, ട്രേഡ് എക്സ്പെൻസ്, സ്റ്റേഷനറി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഈ 3 ഐറ്റം കുറച്ചാൽ ബാലൻസ് 22,000 സംതിങ് വരും. ഇതാണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ബേസിൽ നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ലയബിലിറ്റി അസറ്റുമാണ് കാണിക്കുക. ലയബിലിറ്റി സൈഡിൽ ആദ്യം എടുത്ത് എഴുതേണ്ട കാര്യം ക്രെഡിറ്റേഴ്സ് ആണ്. പിന്നെ നമ്മൾ ക്യാപിറ്റൽ എഴുതുക. ക്യാപിറ്റലിനൊപ്പം ഇവിടെ കിട്ടിയ ഈ പ്രോഫിറ്റിലെ ആ പ്രോഫിറ്റ് അവിടെ ആഡ് ചെയ്യണം. ലോസ് ആ കിട്ടിയിട്ട് എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. എന്നതിന് ശേഷം നമുക്ക് ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ അതും കൂടി കുറയ്ക്കണം. ഓക്കെ, അപ്പോൾ ആ ഡ്രോയിങ്സ് കുറച്ചിട്ട് ഒരു എമൗണ്ട് കിട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ ടോട്ടൽ ചെയ്യുമ്പോൾ ഈ ഒരു എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അസറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡ്, സ്റ്റോക്ക്, ഡെറ്റേഴ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്, പ്ലാന്റ്, ലാൻഡ് ആൻഡ് ബിൽഡിങ്, അപ്പോൾ അതെല്ലാം കൂടി നോക്കിയപ്പോൾ സെയിം എമൗണ്ട്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ അവിടെ കംപ്ലീറ്റ് ആയി. അതിൻ്റെ ഫുൾ മാർക്കും കിട്ടുന്നുള്ളത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഇത്രയും കാര്യം ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് വളരെ വളരെ സിമ്പിളാണ് കേട്ടോ അക്കൗണ്ടിങ്. ഇല്ലെങ്കിൽ ഈ സമയം കൊണ്ട് തന്നെ ഒരുപാട് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ അവിടെ ചെയ്യേണ്ടി വന്നു തന്നെ. അപ്പോൾ നമുക്ക് അതൊന്നുമില്ല, ജസ്റ്റ് എന്ത് മാത്രമേ പ്രിപ്പയർ ചെയ്യുള്ളൂ? ഐറ്റം തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെ പി&എൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക, എങ്ങനെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം, 3 കാര്യങ്ങൾ. അതിൻ്റെ തിയറി പഠിച്ചോളുക, ഇമ്പോർട്ടൻസ് പഠിച്ചോളുക, ഡിഫറൻസ് പഠിച്ചോളുക, ഫീച്ചേഴ്സ് പഠിച്ചോളുക. ഒരു പ്രോബ്ലം നിർബന്ധമായിട്ടും പഠിക്കുക. 6 മാർക്കിനായിരിക്കാം, അല്ലെങ്കിൽ എസ് എ ക്വസ്റ്റ്യനുമായിട്ട് ഇത് ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലുള്ള
ഒരു ചാപ്റ്ററാണ്. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് കുറച്ച് ഫാസ്റ്റായിട്ട് ഞാൻ ഇപ്പോഴും പറയണം, കുറച്ച് ഫാസ്റ്റായിട്ട് എടുത്ത് പോകുന്നുണ്ട്. കാരണം ഒരുപാട് ലെങ്തി വീഡിയോ ഒക്കെ ആണെച്ചാൽ അത് ബുദ്ധിമുട്ടാണ്. നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിലും നിങ്ങൾക്ക് കേട്ടിരിക്കാനാണെങ്കിലും ഒക്കെ അത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫാസ്റ്റായിട്ട് പറഞ്ഞു പോകുന്നത്. ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെക്കൻഡ് സെമ്മിൻ്റെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കൂടി ഒന്ന് സമയമുള്ളപ്പം ഒന്ന് വായിച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് ഈസി ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ളതെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് നമുക്ക് ഓരോ ദിവസവും ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഒരുപാട് ആളുകൾ ഇപ്പോൾ നമ്മളെ മെസ്സേജ് ചെയ്യാറുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്, ചോദിക്കാറുണ്ട്. പറ്റാവുന്നതെല്ലാം ഞാൻ റെസ്പോൺസ് കൊടുക്കാറുമുണ്ട്, പരമാവധി എല്ലാം. അപ്പം നമ്മൾ ഒഴിവാക്കാൻ പറ്റാത്തത് ഒഴിവാക്കാൻ പറ്റില്ല എന്ന് തന്നെ പറയും. നല്ല രീതിയിൽ പഠിക്കേണ്ടത് തന്നെ വെച്ചാൽ പഠിച്ചേ പറ്റുള്ളൂ. ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ നമുക്ക് വിടാം, പക്ഷേ ഈ ചാപ്റ്ററിൽ ഒന്നും വിടാനില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സത്യം എന്ന് പറയുന്നത്. അതെനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഈ സെമ്മിലത്തെ സബ്ജക്റ്റിൽ അങ്ങനെ തന്നെയാണ് ഒരു ഐറ്റംസും. കാരണം ഒരു കമൻറ്റ് ഞാൻ വായിച്ചിരുന്നു, ഇത് മുഴുവൻ പഠിക്കാൻ പറഞ്ഞാൽ പോരായിരുന്നോ എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ നമുക്ക് ഓരോന്ന് എടുക്കുമ്പോഴാണ് അറിയാൻ പറ്റുക. കാരണം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും നിങ്ങളുടെ വന്നിട്ടില്ല ഇതുവരേക്ക്. വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഫോർമാറ്റ് വെച്ചിട്ടെങ്കിലും ഏകദേശം ഒരു ഐഡിയ കിട്ടുമായിരുന്നു. ഇത് ഞാൻ എങ്ങനെ നിങ്ങളോട് പറയും? കാരണം ഇത് പഠിക്കണ്ട കേട്ടോ, ഇത് വരില്ല കേട്ടോ എന്ന് എനിക്ക് ഒരിക്കലും ഇവിടെ പറയാൻ പറ്റില്ല. പിന്നെ എടുത്ത് പറയുന്നത് എന്താ വെച്ചാൽ, ചില ടോപ്പിക്ക് നമുക്ക് പറയുമ്പോൾ ഒന്ന് നല്ലോണം ശ്രദ്ധിച്ച് ഇത് പഠിക്കുക, മറ്റേതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ എങ്ങനെ വരുന്നു നമുക്കൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് കമൻറ്റുകൾ കണ്ടു, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. മാർക്ക് വാങ്ങുക എന്നുള്ളതാണ് ഒരു കൂട്ടരുടെ ലക്ഷ്യമെങ്കിൽ അവിടെ പിന്നെ വേറൊരു ക്വസ്റ്റ്യനേ ഇല്ല. എല്ലാം പഠിക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഒരു ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ അതെന്തായാലും നിങ്ങൾ ചെയ്യുക. അല്ല എങ്ങനെയെങ്കിലും ഒന്ന് പെട്ടെന്ന് പാസ്സാവുക എന്ന് പറയുമ്പം ഈ പറഞ്ഞ കുറച്ച് ഇമ്പോർട്ടൻസ് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഊന്നി പഠിക്കുക എന്ന് മാത്രമേ അതിൽ പ്രത്യേകിച്ചൊരു ഉദ്ദേശമുള്ളൂ കേട്ടോ. അപ്പോൾ വേറെ ഒന്നും വിചാരിക്കേണ്ട. ഞാൻ അതുകൊണ്ടാണ് ഓപ്പൺ ആയിട്ട് തന്നെ ഇനി ഇങ്ങനത്തെ കമൻറ്റുകൾ കൂടുതൽ വരേണ്ട ആവശ്യമില്ലല്ലോ. കാരണം നിങ്ങൾ ഒരു മാർക്ക് എത്ര വേണമെന്ന് ഡിസൈഡ് ചെയ്യേണ്ടത് നിങ്ങളാണ്. നിങ്ങൾക്ക് എന്ത് മാർക്ക് വേണമെന്നുള്ള തീരുമാനം എടുക്കാനുള്ള പൂർണ്ണമായ അവകാശം നിങ്ങൾക്കുണ്ട്. ആ മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് പഠിക്കണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.